മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സ്വാതന്ത്ര്യ സമര ചിത്രങ്ങളിൽ ഒന്നായ കാലാപാനി 1996 റിലീസ് ചെയ്തത്. ഈ സിനിമയിലെ ഓരോ കഥാപാത്രവും മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും അത്രയും തന്നെ തെളിഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ 1996 ഈ താരങ്ങൾക്ക് എത്ര പ്രായമുണ്ടായിരുന്നു, ഇന്ന് അവരുടെ പ്രായം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾ കാലാപാനി ആദ്യമായി കണ്ടത് എപ്പോഴായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് TV-യിലാണോ അതോ സിനിമാ തിയേറ്ററിലാണോ കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ അപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയായിരുന്നു കൂടി എന്നും കമൻറ്റ് ചെയ്യുക. ആ സമയത്ത് ഈ സിനിമയുടെ പശ്ചാത്തലം നിങ്ങളെ എത്രത്തോളം സ്പർശിച്ചു എന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് എഴുതി അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യമായിട്ടുള്ളത് അജയൻ അടൂരാണ്. ഒരു പ്രിസണറായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 39 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 68. അടുത്തത് ശ്രീനാഥാണ്. ശ്രീനാഥ് ഈ സിനിമയിൽ സത്യശീലൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 40. 2010 55 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ജെയിംസ് ഡോഡാണ്. ജെയിംസ് ഡോഡ് ഈ സിനിമയിൽ ജയിൽ ജഡ്ജായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 43. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62. അടുത്തത് SR വീരരാഘവനാണ്. അച്യുതൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 69. 1999 അദ്ദേഹം 72 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ഗോവിന്ദ് മേനോനാണ്. പരമാനന്ദ് എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 38. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 68. അടുത്തത് ആന്റണി പെരുമ്പാവൂരാണ്. മുകുന്ദൻ്റെ ഫ്രണ്ടായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ആന്റണിയുടെ പ്രായം 28. ഇപ്പോൾ ആന്റണിയുടെ പ്രായം 57. അടുത്തത് പൂജപ്പുര രവിയാണ്. ഈ സിനിമയിൽ ഒരു നമ്പൂതിരിയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 60. അദ്ദേഹം 2023 86 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് കോഴിക്കോട് നാരായണൻ നായരാണ്. നാണു നായർ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കോഴിക്കോട് നാരായണൻ നായരുടെ പ്രായം 57. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 83. അടുത്തത് ടോം ആൾട്ടറാണ്. ടോം ആൾട്ടർ ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ടോമിൻ്റെ പ്രായം 46. 2017 67 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് സുമ ജയറാമാണ്. സുമ ജയറാം ഇതിൽ ശ്രീകണ്ഠൻ നായരുടെ മകളായിട്ടാണ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുമയുടെ പ്രായം 22. 51 വയസ്സാണ് സുമയ്ക്ക് ഇപ്പോഴുള്ളത്. അടുത്തത് കന്യാഭാരതിയാണ്. കന്യാഭാരതി മുകുന്ദൻ്റെ അനിയത്തിയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കന്യയുടെ പ്രായം 23. ഇപ്പോൾ കന്യയുടെ പ്രായം 51. അടുത്തത് പൂർണ്ണം വിശ്വനാഥനാണ്. മുകുന്ദൻ്റെ അച്ഛനായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74. 2008 86 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ജോൺ കോൾവൻബാ ആണ്. ജോൺ ഈ സിനിമയിൽ ഡോക്ടർ ലേ ഹട്ടൺ എന്നൊരു സിനിമ കഥാപാത്രമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 30. ഇപ്പോൾ പ്രായം 60. അടുത്തത് അലക്സ് ഡ്രേപ്പർ ആണ്. ഈ സിനിമയിൽ ജയിലർ ഡേവിഡ് ബാരി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 33. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62. അടുത്തത് ലക്ഷ്മി രത്തനാണ്. ലക്ഷ്മി രത്തൻ ഈ സിനിമയിൽ വെങ്കിടേഷ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ലക്ഷ്മിയുടെ പ്രായം 63. ഇപ്പോൾ ലക്ഷ്മിയുടെ പ്രായം 92. നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ ഗോവർദ്ധൻ ആയിരുന്നോ അതോ പ്രഭുവിൻ്റെ മുകുന്ദൻ അയ്യങ്കാറായിരുന്നോ ഇഷ്ടപ്പെട്ട കഥാപാത്രമായി തോന്നിയിരുന്നത്? കൂടാതെ തന്നെ ഈ സിനിമ 4K റിലീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് തിയേറ്ററിൽ പോയി കാണുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സിനിമ ഇന്നത്തെ തലമുറയ്ക്ക് റിലീസ് ചെയ്താൽ അതേ മാജിക്ക് തിരികെ ലഭിക്കുമെന്നുള്ളത്? ഈ സിനിമയിൽ ഏറ്റവും ഹൃദയം തൊടുന്ന സീൻ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ടിന്നു ആനന്ദാണ്. ടിന്നു ആനന്ദ് ഈ സിനിമയിൽ രാം ലക്നൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ടിന്നുവിൻ്റെ പ്രായം 51. ഇപ്പോൾ ടിന്നുവിൻ്റെ പ്രായം 80.
അടുത്തത് ശബനമായിരുന്നു. ഈ സിനിമയിൽ ഒരു ലേഡി പ്രിസണറായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശബനത്തിൻ്റെ പ്രായം 26 ഇപ്പോൾ ശബനത്തിൻ്റെ പ്രായം 55. അടുത്തത് മണിയംപിള്ള രാജു ആണ്. മണിയംപിള്ള രാജു ഈ സിനിമയിൽ നായർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മണിയംപിള്ള രാജുവിൻ്റെ പ്രായം 41 ഇപ്പോൾ മണിയംപിള്ള രാജുവിൻ്റെ പ്രായം 70. അടുത്തത് കൊച്ചിൻ ഹനീഫയാണ്. കൊച്ചിൻ ഹനീഫ ഈ സിനിമയിൽ അഹമ്മദ് കുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫയുടെ പ്രായം 45. 2010 58 വയസ്സിൽ കൊച്ചിൻ ഹനീഫ അന്തരിച്ചു. അടുത്തത് ശ്രീനിവാസനാണ്. മൂസ അഥവാ കണാരൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശ്രീനിവാസൻ്റെ പ്രായം 40 ഇപ്പോൾ പ്രായം 69. അടുത്തത് ഡൽഹി ഗണേശനാണ്. ഡൽഹി ഗണേഷ് ഈ ഒരു സിനിമയിൽ പാണ്ഡ്യൻ എന്നൊരു കഥാപാത്രമാണ് അഭിനയിച്ചിരുന്നത്. അദ്ദേഹത്തിന് അഭിനയിക്കുമ്പോൾ 52 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. 2024 അദ്ദേഹം 86 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് നെടുമുടി വേണു ആണ്. നെടുമുടി വേണു ഈ സിനിമയിൽ ശ്രീകണ്ഠൻ നായർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നെടുമുടി വേണുവിൻ്റെ പ്രായം 48. 2021 73 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ശങ്കരാടിയാണ്. കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശങ്കരാടിയുടെ പ്രായം 65. 2001 71 വയസ്സിൽ ശങ്കരാടി അന്തരിച്ചു. അടുത്തത് അന്നു കപൂർ ആണ്. അന്നു കപൂർ ഈ സിനിമയിൽ വിനായക് ദാമോദർ സവർക്കർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അന്നുവിൻ്റെ പ്രായം 40. ഇപ്പോൾ അന്നുവിന് 69 വയസ്സാണ് ഉള്ളത്. അടുത്തത് വിനീതാണ്. ജി സേതു എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിനീതിൻ്റെ പ്രായം 27. ഇപ്പോൾ വിനീതിന് 56 വയസ്സാണ് ഉള്ളത്. അടുത്തത് അമരീഷ് പുരിയാണ്. ഈ സിനിമയിൽ ജയിലർ മിർസാർ ഖാൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അമരീഷ് പുരിയുടെ പ്രായം 64. അദ്ദേഹം 2005 72 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് തബു ആണ്. പാർവതി അഥവാ പാർവതിക്കുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ തബുവിൻ്റെ പ്രായം 25. ഇപ്പോൾ തബുവിൻ്റെ പ്രായം 54. അടുത്തത് പ്രഭുവാണ്. മുകുന്ദൻ അയ്യങ്കാർ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ പ്രഭു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രഭുവിൻ്റെ പ്രായം 40. ഇപ്പോൾ പ്രഭുവിൻ്റെ പ്രായം 69. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാൽ ഈ സിനിമയിൽ ഡോക്ടർ ഗോവർദ്ധൻ മേനോൻ എന്നൊരു കഥാപാത്രം അഥവാ ഉണ്ണി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 36. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 65. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിലെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കഥാപാത്രവും എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാനാണെന്ന കാര്യവും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇതുപോലെ എത്തിച്ചേരുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും പഴയ സിനിമകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിന് പ്രകാരം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.